ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ട് ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, അതേപോലെ തന്നെ ഇറാൻ്റെ ഉള്ളിൽ നിന്നും പാർലമെൻറ്റ് സ്പീക്കറായിട്ടുള്ള ഗാലിബാഫിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറക്ചിയുടെ സ്റ്റേറ്റ്മെൻറ്റ്. 3 സ്റ്റേറ്റ്മെൻറ്റുകളും നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി പോകേണ്ടതുണ്ട്. ഇറാൻ ചർച്ചയിൽ നിന്നും ബാക്കൗട്ട് അടിച്ചിരിക്കുകയാണ്. അതായത് അവർ ഈ ചർച്ചയ്ക്ക് താല്പര്യമില്ല, ഇനി നെഗോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ചർച്ചകളും ഞങ്ങൾ നടത്തുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇസ്രായേൽ ലെബനൻ്റെ ഉള്ളിൽ ഹിസ്ബുള്ളകൾക്കെതിരെ നടത്തുന്ന ആക്രമണമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൽ അബ്ബാസ് അറക്ചി പറഞ്ഞിരിക്കുന്നത് സീസ് ഫയർ മീൻസ് സീസ് ഫയർ ഇൻ ഓൾ ഫ്രണ്ട്. ഓൾ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡിങ് ഇസ്രായേലിൻ്റെ ലെബനാൻ അറ്റാക്ക്, അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവർ പറയുന്നത്. സിൻസ് ഫ്രം ദ ബിഗിനിങ് അമേരിക്ക ഇസ്രായേലിൻ്റെ ലെബനൻ ആക്രമണത്തെ ഈ സീസ് ഫയർ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് ഫസ്റ്റ് ഫേസിൽ പാകിസ്ഥാൻ്റെ സൈഡിൽ നിന്നും ഉണ്ടായ ഒരു പിഴവായിട്ടാണ് അമേരിക്ക ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ ക്ലാരിറ്റി ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം പാകിസ്ഥാൻ്റെ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫാണ് ട്വീറ്റിൽ ഉൾപ്പെടുത്തിയത്. ആൾ ഫ്രണ്ട് യുദ്ധം അവസാനിപ്പിക്കുമെന്നുള്ള ഒരു ട്വീറ്റ് പ്രസിദ്ധീകരിച്ചത് പാകിസ്ഥാൻ്റെ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫാണ്. അതായത് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽഡ് നോട്ട് എടുക്കാതെ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തുള്ള പ്രസ്താവനകൾ ട്വിറ്ററിലൂടെ അറിയിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പിഴവുകൾ സംഭവിക്കും. അങ്ങനെ സംഭവിച്ച പിഴവാണിത്. ഇസ്രായേലിൻ്റെ അനുവാദമില്ലാതെ എങ്ങനെയാണ് അമേരിക്കയുമായിട്ട് ചർച്ച നടത്തിയിട്ട് ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അറ്റാക്കും അതുപോലെ ഗാസയ്ക്കുള്ളിലുള്ള ആക്രമണവും നിർത്താനുള്ള പെർമിഷൻ ഇസ്ലാമാബാദിന് ആരാണ് കൊടുത്തത്? ഈ ചോദ്യം നെതന്യാഹുവാണ് ചോദിച്ചത്. ട്രംപിന് തന്നെ ആ റൈറ്റ് ഇല്ല. ട്രംപ് തന്നെ ഇപ്പം ഇന്ന് നെതന്യാഹുമായിട്ട് വളരെ ഡീപ്പായിട്ടുള്ള ചർച്ചയാണ് നടത്തിയത്. ഹൈ പ്രഷർ അപ്ലൈ ചെയ്ത് നോക്കുകയാണ് ഇസ്രായേലിൻ്റെ മേളിൽ. എങ്ങനെയെങ്കിലും ലെബനൻ്റെ ഉള്ളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അറ്റാക്ക് നിർത്താൻ പറ്റുമോ? നെതന്യാഹുമായിട്ട് ചർച്ച നടത്തിയപ്പോൾ നെതന്യാഹു പറഞ്ഞത് അത് നടക്കുന്ന ഏർപ്പാടല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വാറിൻ്റെ കൃത്യമായിട്ടുള്ള ആ ഒരു പൊസിഷനിങ് ചർച്ച ചെയ്യാം. കാരണം അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മാപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വിശദീകരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. ഗാസയിലെ വാർ നമ്മൾ ഇതേപോലെ തന്നെ കൃത്യമായിട്ട് മാപ്പ് വെച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ലെബനൻ്റെ ഉള്ളിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണ്? ഈ വാർ ഓഫ് അട്രിഷൻ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഓഫ് അട്രിഷൻ, ഇതെന്താണ് ലെബനൻ്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇസ്രായേൽ എന്താണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഹെസ്ബുള്ള എന്താണ് പ്രതീക്ഷിക്കുന്നത്? അവരുടെ വാർ സ്ട്രാറ്റജി എന്താണ്? ഇതെല്ലാം ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് ഒരു 10 മിനിറ്റ്സിൽ നോക്കി പോവാം. അതിന് മുന്നേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അത് ഡിസ്കസ് ചെയ്തിട്ട് അതിലേക്ക് വരാം. പുട്ടിൻ്റെ സപ്പോർട്ട് അഫ്ഗാനിസ്ഥാന് കിട്ടിയത് പാകിസ്ഥാൻ ഒരു തിരിച്ചടിയായിട്ടുണ്ട്. വല്ലാത്ത തിരിച്ചടി എന്ന് പറഞ്ഞാൽ വല്ലാത്ത തിരിച്ചടി, നാണക്കേടാണ്. പാകിസ്ഥാൻ ശരിക്കും വളരെ വീക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. റഷ്യ അഫ്ഗാനിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത ഉടനെ തന്നെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് യൂറോപ്യൻ യൂണിയൻ പാകിസ്ഥാനെ അനുകൂലിച്ച് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ്റെ ഫോറിൻ റെപ്രസെൻറ്റേറ്റീവ് അഥവാ ഫോറിൻ മിനിസ്റ്റർ ഖായ ഖലാസ് അവർ പാകിസ്ഥാൻ്റെ ഡെപ്യൂട്ടി CM ആയിട്ടുള്ള ഇഷാഖ് ദറിനെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. രണ്ടുപേരും ജോയിൻറ്റ് പത്രസമ്മേളനം നടത്തുകയുണ്ടായി. അതിൽ വളരെ വ്യക്തമായിട്ട് ഖായ ഖലാസ് പാകിസ്ഥാനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ പുറപ്പെടുവിക്കുകയുണ്ടായി. എന്താണ് അവർ പറഞ്ഞു പറഞ്ഞാൽ, അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ വലിയ രീതിയിൽ ശ്രമങ്ങൾ നടത്തിയത് പാകിസ്ഥാനാണ്. അവരുടെ ആ ഒരു പ്രയത്നത്തിനെ ഞാൻ അഭിനന്ദിക്കുന്നു എന്നുള്ള തരത്തിൽ വലിയ രീതിയിൽ ഗ്ലോബൽ പീസിന് വേണ്ടിയിട്ട് നിലപാടെടുത്ത രാജ്യമാണ് പാകിസ്ഥാൻ എന്നൊക്കെ വലിയ രീതിയിൽ തട്ടിവിടുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനും റഷ്യയും തമ്മിലുള്ള കൂട്ടുകെട്ടിനെതിരെ യൂറോപ്യൻ യൂണിയൻ പാകിസ്ഥാനെ അനുകൂലിക്കുന്ന നിലപാടെടുത്തതാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, പൈസ ഇല്ലാതെ 5ന്റെ ഗുണം ചെയ്യില്ല യൂറോപ്യൻ യൂണിയൻ, ഉറപ്പാണ്. ജസ്റ്റ് സ്റ്റേറ്റ്മെന്റുകൾ മാത്രമാണ്. ഞങ്ങൾ വലിയ രീതിയിൽ വ്യാപാര ബന്ധം ശക്തിപ്പെടുത്താൻ പോവുകയാണ് എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്ത് ശക്തിപ്പെടുത്തും? എത്ര രൂപ കൊടുത്ത് ശക്തിപ്പെടുത്തും? എത്ര ബില്യൻ്റെ വർത്തുള്ള എഗ്രിമെൻ്റ് ആണ് നിങ്ങൾ സൈൻ ചെയ്തത്? എന്താണ് ഫോർകാസ്റ്റ്? 2030 നിങ്ങൾ 100 ബില്യൺ വർത്തുള്ള ട്രേഡ് അല്ലെങ്കിൽ 150 ബില്യൺ വർത്തുള്ള ട്രേഡ്, അതാണോ നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്? അങ്ങനെ ഒരു രീതിയിലുള്ള സ്പെസിഫിക്കേഷൻസും ഇല്ലാതെ ജസ്റ്റ് കൺതുടപ്പിന് വേണ്ടി മാത്രം നടത്തിയ ഒരു പ്രസ്താവനയാണ് യൂറോപ്യൻ യൂണിയനും പാകിസ്ഥാനും നടത്തിക്കൂട്ടിയ ഈ നാടകം, അല്ലാതെ വേറെ ഒന്നുമില്ല. അതായത് റഷ്യ അഫ്ഗാനിസ്ഥാനെ പിന്തുണയ്ക്കുമ്പോൾ യൂറോപ്പിന്റെ പിന്തുണ പൂർണ്ണമായിട്ടും പാകിസ്ഥാൻ സ്വന്തമാക്കുകയാണ് എന്നുള്ള ഒരു ഡിപ്ലോമാറ്റിക് സ്റ്റണ്ട് ഇറക്കാനാണ് പാകിസ്ഥാൻ അവിടെ ശ്രമിച്ചത്. അതാണ് നടത്തിയിരിക്കുന്നത്. വലിയ രീതിയിൽ ഗ്ലോബൽ മീഡിയ, യൂറോപ്യൻ മാധ്യമങ്ങളൊക്കെ പെരുപ്പിച്ച് കാണിക്കുന്നുണ്ട്. പക്ഷേ അവർ പെരുപ്പിച്ച് കാണിക്കുന്ന എത്രത്തോളം വലിയ സംഭവമല്ല ഇത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. Thank you, dear Deputy Prime Minister Dar, dear Ishak. I'm really glad to be here
in Islamabad today, even if it is for a brief visit. It comes at an important moment. Since we last met in November, the world and this region have experienced profound changes. Pakistan is a major regional power and an important partner for the European Union. Today, in our strategic dialogue, we reaffirmed our shared commitment to strengthening EU-Pakistan ties even further. On trade in particular, there is already a strong momentum. The European Union remains by far Pakistan's largest export destination. It's actually larger than China and US combined. And Pakistan is the world's leading beneficiary of European Union. ഈ ലെബനാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മാർക്കോ റൂബിയോ ലെബനൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ജോസഫ് ആവോൻ്റെ അടുത്തും ഇസ്രായേലിൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ അടുത്തും സെപ്പറേറ്റ് ആയിട്ട് ടെലിഫോൺ കോൺവെർസേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. നീണ്ട കോൺവെർസേഷനാണ്. എങ്ങനെയെങ്കിലും ഒരു സമവായത്തിൽ എത്തിക്കാൻ പറ്റുമോ, ഇസ്രായേലും ഹെസ്ബുള്ളയും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് അവസാനിപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ള തരത്തിൽ നല്ല രീതിയിൽ പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ നടക്കുന്നില്ല. ഇസ്രായേൽ അമ്പിനും വില്ലിനും അടുക്കാത്ത അവസ്ഥയാണ്. ഇപ്പം ഇറാന്റെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള ഗാലിബാഫ് പറഞ്ഞിരിക്കുന്നത് സീസ് ഫയർ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലയൻസസ് ഫോളോ ചെയ്യണം. അങ്ങനെ കംപ്ലയൻസസ് ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എല്ലാം അക്കൗണ്ടബിലിറ്റിയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്, ഓരോന്നിനും വലിയ വില കൊടുക്കേണ്ടി വരും എന്നാണ് ഗാലിബാഫിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് അമേരിക്ക കാണിക്കുന്ന ഓരോ നെഗ്ലിജൻസിനും അതായത് ഒരു കൺഫർമേഷൻ കൊടുക്കുക, എന്നിട്ട് അതിൽ ഉറച്ചു നിൽക്കാതെ നിലപാട് മാറ്റുക, ഇതിനൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ് ഗാലിബാഫ് പറഞ്ഞു വെക്കുന്നത്. ഇന്നലെ ശരിക്കും ഹെസ്ബുള്ള ഇസ്രായേലിൻ്റെ ഉള്ളിൽ നോർത്തേൺ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. 2 ഡസൻ റോക്കറ്റുകളും അതുപോലെ FPV ഡ്രോണുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള അറ്റാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. നിരവധി ഏരിയയിൽ ഇസ്രായേലിൻ്റെ ഉള്ളിൽ നോർത്തേൺ ഇസ്രായേലിൻ്റെ ഭാഗത്ത് ഈ FPV ഡ്രോണുകളൊക്കെ പതിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഇറാന് മനസ്സിലാവുന്നുണ്ട് ലെബനാൻ കൈവിട്ട് പോകും. അതായത് ഹെസ്ബുള്ളയുടെ കൺട്രോൾ ലെബനൻ്റെ ഉള്ളിൽ നിന്നും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് ഇറാൻ തിരിച്ചറിയുന്നുണ്ട്. അമേരിക്കയെ കുഴപ്പിച്ചതുപോലെ ഇസ്രായേലിനെ കുഴപ്പിക്കാൻ സാധിച്ചിട്ടില്ല ഇറാനെ കൊണ്ട്. പ്രത്യേകിച്ച് ഹെസ്ബുള്ള വളരെ വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലെബനൻ്റെ വിഷയം പറഞ്ഞ സ്ഥിതിക്ക് ഈ വാർ സ്ട്രാറ്റജി ഞാൻ ഇവിടെ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം, അതായിരിക്കും നല്ലത്. ഇപ്പം നിങ്ങൾ ഈ മാപ്പ് നിങ്ങൾ നോക്കൂ. ഈ മാപ്പിൽ കൃത്യമായിട്ട് 3 ആരോമാർ 3 സ്ഥലങ്ങളിലാണ് കൃത്യമായിട്ട് ഇസ്രായേൽ അവരുടെ ബറ്റാലിയൻസിനെ നിർത്തി വെച്ചിട്ട് 3 ട്രൂപ്പുകളായിട്ടാണ് ലെബനൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വിട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ലിറ്റാനി റിവർ ഫോക്കസ് ചെയ്താണ് ഇവർ ഇറങ്ങുന്നത്. ഇപ്പം മേജറായിട്ട് സൗത്ത് ലെബനാൻ്റെ ഭാഗത്ത് പണ്ട് തൊട്ടേ ആക്രമണം നടത്തി ഇസ്രായേലിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ ഒരുവിധം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ഇപ്പം ഏറ്റവും ടഫസ്റ്റ് ടെറൈൻ എന്ന് പറയുന്നത് ഈ ലിറ്റാനി റിവറോട് ചേർന്ന് കിടക്കുന്ന ചെറിയ മലനിരകൾ, മെഡോസ് പോലത്തെ സ്ഥലങ്ങളാണ്. ഈ മെഡോസ് എന്ന് പറഞ്ഞാൽ ചെറിയ മൊട്ടക്കുന്നുകളല്ല, അതെല്ലാം തന്നെ നല്ല രീതിയിൽ ചെറിയ തോതിലുള്ള മരങ്ങളൊക്കെ അടർന്ന് പിടിച്ചിരിക്കുന്ന കുറ്റിച്ചെടികളും പല ഏരിയകളിലും പാറക്കെട്ടുകളും. അതുപോലെ തന്നെ ഇച്ചിരി ഹാർഡ് ടെറൈൻ ആണത്. ഒളിച്ചിരിക്കാനും സാധനങ്ങൾ ഒളിപ്പിച്ച് വെക്കാനും അത്തരത്തിൽ ഒരു ഹാർഡ് ഏരിയയാണത്. അപ്പോൾ ആ ഏരിയക്കുള്ളിലേക്ക് ഇസ്രായേലിൻ്റെ ട്രൂപ്പിനെ വലിച്ചഴയ്ക്കാം എന്നുള്ളത് ഹിസ്ബുള്ളയുടെ പദ്ധതിയായിരുന്നു. ഹിസ്ബുള്ളയുടെ ഈ റെസിസ്റ്റൻസ് ഓഫ് വാർ അട്രിഷൻ, ഇത് അവരുടെ ഒരു സ്ട്രാറ്റജിയാണ്. ഈ സ്ട്രാറ്റജിയിലൂടെ ഇസ്രായേലിൻ്റെ ആർമിയെ ഏറ്റവും കൂടുതൽ, കാരണം അവർ നിരന്തരം ഇറാനുമായിട്ട് യുദ്ധം നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആർമി ട്രൂപ്പിനെ ഏറ്റവും കൂടുതൽ ലെബനൻ്റെ ഈ ഹാർഡ് ടെറൈൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ ഹിസ്ബുള്ള കുറച്ച് എലാസ്റ്റിസിറ്റി വലിച്ചു നീട്ടിക്കഴിഞ്ഞാൽ ഇസ്രായേലിന് കുറച്ച് കൂടുതൽ മിലിറ്ററിയെ ഇങ്ങോട്ട് ഡിപ്ലോയ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ അവർക്ക് കൂടുതലായിട്ട് ലെബനൻ്റെ ഉള്ളിൽ ഫോക്കസ് ചെയ്യേണ്ടി വരും. അപ്പം ഇറാനിലേക്ക് കൊടുക്കുന്ന ഫോക്കസ് കുറച്ച് ഡൈവേർട്ട് ചെയ്യാൻ പറ്റും. അത്തരത്തിൽ ഇസ്രായേലിനെ മൾട്ടി ഫ്രണ്ട് വാറിലൂടെ കീഴ്പ്പെടുത്താം എന്നുള്ളൊരു വാർ സ്ട്രാറ്റജിയാണ് അവർ ഉപയോഗിച്ചത്. അതാണ് അവർ റെസിസ്റ്റന്റ് മോഡിൽ അവർ നിന്നത്. അല്ലാതെ അഗ്രസീവ് മോഡല്ല ഹിസ്ബുള്ള ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവർ അഗ്രസീവ് ആകുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ ജസ്റ്റ് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു. അതായത് ഇസ്രായേലിൻ്റെ ഉള്ളിൽ റോക്കറ്റ് അയക്കുക, ഡ്രോൺ അയക്കുക, 2-3 സ്ഥലങ്ങളിലേക്ക് അത് എന്തായാലും പതിക്കും. ബാക്കിയുള്ളതെല്ലാം തന്നെ ഇസ്രായേൽ അറ്റാക്ക് ചെയ്യും, ഇന്റർസെപ്റ്റ് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ മനഃപൂർവ്വം ഇസ്രായേലിനെ പ്രൊവോക്ക് ചെയ്ത് ലെബനാൻ്റെ ഈ ഒരു ഹാർഡ് ടെറൈൻ്റെ ഉള്ളിലേക്ക് വലിച്ചഴയ്ക്കുക എന്നുള്ളതായിരുന്നു ഹെസ്ബുള്ളയുടെ സ്ട്രാറ്റജി. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത് കൃത്യമായിട്ട് ഇസ്രായേൽ ഒരു 3 ഫ്രണ്ട് ബറ്റാലിയനെയാണ് അവിടെ മൂവ് ചെയ്തത്. ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് നമുക്ക് ഈ മാപ്പിൽ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. ഇതിനകത്ത് ദ ബിന്ദ് ജബീൽ ആക്സിസ്, ഇവിടെ മാസീവായിട്ട് ഒരു ട്രൂപ്പിനെ ഇസ്രായേൽ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഇത് പ്രധാനമായിട്ടും വരെയുള്ള ഹെദാദ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലം വരെ റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫോഴ്സിനെ അവിടെ ഡിപ്ലോയ് ചെയ്തത്. ഇതൊരു പരിധിവരെ വിജയകരമായി തന്നെ മുന്നോട്ട് പോയി. ബിന്ദ് ജബീൽ ഓൾറെഡി തന്നെ ഇസ്രായേൽ ശക്തമായ രീതിയിൽ എയർ സ്ട്രൈക്ക് നടത്തി ആ ബിന്ദ് ജബീൽ സിറ്റി ഏരിയ എല്ലാം തന്നെ കൃത്യമായി ഹെസ്ബുള്ളയെ ഡിസ്ട്രോയ് ചെയ്തിട്ട് തന്നെയാണ് അവിടെ ഈ ഗ്രൗണ്ട് ട്രൂപ്പിനെ ഇറക്കി വിട്ടിരിക്കുന്നത്.
അപ്പോൾ അതുകൊണ്ട് അവർക്ക് വളരെ ഈസി ആയിട്ട് ഇതിനെ അവിടെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അടുത്ത ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ യാർമുക് ആക്സിസ് ആണ്. ഈ യാർമുക് ആക്സിസ് എന്ന് പറയുന്നത് ഇതിന്റെ അടുത്ത ആരോ മാർക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ബോൾഡ് ലിറ്ററിലും കൊടുത്തിട്ടുണ്ട് യാർമുക് ആക്സിസ്. ഈ യാർമുക് ആക്സിസിലും വലിയ രീതിയിലുള്ള മിലിറ്ററി ഡിപ്ലോയ്മെന്റ് നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ വലിയ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എല്ലാം തന്നെ ഈ ലിറ്റാനി റിവറിനെ ഫോക്കസ് ചെയ്ത് ആ ലിറ്റാനി റിവറിന്റെ കോർണറിനെ ഫോക്കസ് ചെയ്താണ് ഈ ബറ്റാലിയൻസിനെ എല്ലാം തന്നെ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. ഈ യാർമുക്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നബാട്ടിയ എന്ന് പറഞ്ഞ ആ സിറ്റി എയിം ചെയ്താണ് ഈ ട്രൂപ്പ് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയത്. സൗത്തർ എന്ന് പറഞ്ഞ ആ ഒരു വില്ലേജിൽ എത്തിയപ്പോൾ ആ വില്ലേജ് ശരിക്കും ഹിസ്ബുള്ളയുടെ സ്ട്രോങ് ഹോൾഡിംഗ് ആണ്. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു ഇസ്രായേൽ ആർമിക്ക്. അവിടെ ഇസ്രായേലിൻ്റെ IDF ട്രൂപ്പിൽപ്പെട്ട സോൾജേഴ്സിനും അവിടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം അവിടെ വെച്ചിട്ട് ഈ സത്തൂർ എന്ന് പറഞ്ഞ ഈ വില്ലേജിലാണ് ശരിക്കും അവർ FPV ഡ്രോൺ, ഫസ്റ്റ് പേഴ്സൺ വ്യൂവിങ്, ആ ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഡ്രോൺ, ജസ്റ്റ് കളിപ്പാട്ടം രൂപത്തിലുള്ള ഡ്രോൺ ആണ് അവർ ഉപയോഗിച്ചത്. ഇതാണെങ്കിൽ ഹൈലി മെനൂവറബിൾ ആണ്. അതുപോലെ തന്നെ ലോ ആൾട്ടിറ്റ്യൂഡിൽ എഫിഷ്യൻ്റ് ആയിട്ട് അറ്റാക്ക് നടത്താൻ കപ്പാസിറ്റി ഉള്ള ഡ്രോൺ ആണ്. ഇതിനെ ചേർത്ത് തോൽപ്പിക്കാനോ ഇന്റർസെപ്റ്റ് ചെയ്യാനോ ഇസ്രായേലിന്റെ സൈഡിൽ ഇപ്പം ടെക്നോളജി ഇല്ല. ഒന്നെങ്കിൽ കൺമുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ അതിനെ വെടിവെച്ച് വീഴ്ത്തണം, അല്ലാന്നുണ്ടെങ്കിൽ നെറ്റോ വലകളോ കൊതുവല മാതിരിയുള്ള സെറ്റപ്പുകൾ വാഹനത്തിന് മുകളിൽ പൊതിഞ്ഞു മൂടിയിട്ട് ഇതിനെ തടയണം. അതല്ലാതെ ഇതിനെ തടയാൻ ഒരു മാർഗമില്ല. അപ്പോൾ ഈ വിഷയത്തിൽ ഇസ്രായേൽ ഇച്ചിരി പരാജയപ്പെട്ടിരുന്നു. ഈ സത്തോർ എന്ന് പറഞ്ഞ ഈ വില്ലേജിൽ ശരിക്കും നിരവധി ആംഡ് വെഹിക്കിൾസ്, അതേപോലെ തന്നെ ഇസ്രായേലിൻ്റെ സോൾജേഴ്സിനൊക്കെ നിരവധി പേർക്ക് അവിടെയൊക്കെ പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. കാരണം ഈ FPV ഡ്രോൺ ആക്രമണമാണ്. ഈ FPV ഡ്രോൺ എന്ന് പറഞ്ഞാൽ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ ആ ഡിവൈസിൽ കൃത്യമായിട്ട് ഇതിനെ നോക്കാൻ പറ്റും, മൊബൈലിൽ നോക്കാൻ പറ്റും, iPadൽ നോക്കാൻ പറ്റും. നോക്കിക്കൊണ്ട് കൃത്യമായിട്ട് അവരുടെ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കാരണം ഇതിനകത്തൊരു ചെറിയൊരു ക്യാമറയുണ്ട്, കളിപ്പാട്ടം പോലെ ഇരിക്കുന്ന ഒരു ഡ്രോണാണ്. ഇത് വെച്ചിട്ടാണ് അവർ ഇസ്രായേൽ ആർമിയെ നേരിടുന്നത്. ഈ സോത്തർ എന്ന് പറഞ്ഞ ഈ ഗ്രാമം ലാസ്റ്റ് വീക്കാണ് ഇസ്രായേൽ കൃത്യമായിട്ട് കൈയടക്കിയത്. അതുവരെ അവിടെ സ്ട്രഗ്ലിംഗ് ആയിരുന്നു. ശക്തമായ റിറ്റാലിയേഷൻ ഹിസ്ബുള്ളയുടെ സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നതാണ് യാഥാർത്ഥ്യം. ശരിക്കും ഇത് ലിറ്റാനി റിവർ ബേസിൻ ആണ്, എഡ്ജ് ഓഫ് ലിറ്റാനി റിവർ. അടുത്തതാണ് ഡിബൈൻ ആക്സിസ്. ഈ ഡിബൈൻ ആക്സിസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഉള്ളിലേക്കാണ്. സൗത്ത് ഈസ്റ്റേൺ എഡ്ജാണ്, ലിറ്റാനി റിവറിന്റെ സൗത്ത് ഈസ്റ്റേൺ എഡ്ജാണ് ഇത്. അൽ തഹ്താനി അതുപോലെ അൽ ആരിയാദ് എന്ന് പറഞ്ഞ ആ വില്ലേജുകളൊക്കെ കവർ ചെയ്ത് കിടക്കുന്ന ഏരിയയാണ്. അപ്പോൾ ഈ സൈഡിലാണ് ഏറ്റവും കൂടുതൽ ഇസ്രായേൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയത്. ഈ കീ ആക്സിസുകളാണ് കൃത്യമായിട്ട് ഹിസ്ബുള്ളയ്ക്ക് ചാലഞ്ച് സൃഷ്ടിച്ചത്. കൃത്യമായിട്ടുള്ള പ്ലാനിങ് ആണ്. അതേസമയം ഇപ്പുറത്തെ സൈഡിൽ സൗത്ത് ലെബനാന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിന്റെ ഫോഴ്സ് തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. ഇസ്രായേലിന്റെ എയർഫോഴ്സിന്റെ ഹെൽപ്പും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ലിറ്റാനി റിവർ ക്രോസ് ചെയ്ത് ഉള്ളിലേക്ക് പോയത്. ഹിസ്ബുള്ള വിചാരിച്ചത് ഇസ്രായേലിന്റെ ട്രൂപ്പ് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇറാൻ യുദ്ധം ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കും, അപ്പം നമ്മൾ ഇസ്രായേലിന്റെ ആർമിയെ ഇവിടെ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചു നിർത്താം എന്നൊക്കെയാണ് ഇവർ കരുതിയത്. പക്ഷേ ഇറാന്റെ യുദ്ധം ഒരു സുപ്രഭാതത്തിൽ സ്വിച്ചിട്ടതുപോലെ ട്രംപ് അവിടെ നിർത്തി. അത് ശരിക്കും പറഞ്ഞാൽ ഹിസ്ബുള്ളയ്ക്ക് ഒരു വിനയായി തീർന്നു. കാരണം ഇവരുടെ സ്ട്രാറ്റജി അപ്പോഴേ പരാജയപ്പെട്ടു. പക്ഷെ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇസ്രായേൽ ട്രംപ് ഏത് നേരത്തും യുദ്ധം നിർത്തിക്കളയാനുള്ള സാധ്യതയുണ്ട്. ലെബനാന്റെ മേളിൽ ആക്രമണം നടത്തണ്ട എന്നും കൂടി പറയാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇസ്രായേലിന്റെ മേളിൽ ശക്തമായിട്ടുള്ള ഒരു ഭീഷണി അമേരിക്ക ത്രെട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇസ്രായേലിന് യുദ്ധം നിർത്തേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ കാരണം ഇസ്രായേലിന്റെ ആക്രമണം ശക്തമായ രീതിയിൽ ഇസ്രായേലിന്റെ ശക്തമായിട്ടുള്ള ആക്രമണത്തിന് മുന്നിൽ പതറുന്ന ഹെസ്ബുള്ള, അവരുടെ ഹിഡൻ അജണ്ട, എല്ലാവരും അങ്ങനെ ഒരുമിച്ച് പുറത്തു വരാറില്ല. ഇതൊക്കെ അവരുടെ യുദ്ധതന്ത്രങ്ങളാണ്. അതായത് കുറേ ആൾക്കാർ കൊല്ലപ്പെട്ടാലും ഈ ആശയം നിലനിൽക്കണം, ഇസ്രായേലിനെതിരെയുള്ള ഈ ഒരു ഫോഴ്സ് എപ്പോഴും നിലനിൽക്കണം. ഇതൊക്കെ അവരുടെ ജിഹാദിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ആശയങ്ങൾ മരണപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. അതിനുവേണ്ടി തന്നെയാണ് അവരിപ്പോഴും ലെബനൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നത്. ലെബനൻ്റെ ഉള്ളിൽ ഇസ്രായേൽ ടയർ റീജിയനിൽ ഒരു ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. Ясин, ты живой? Суки такие. عيني الفائق لك غير عيني غير عيني غير عيني لك الدم لك لك عيني الفائق لك. കഴിഞ്ഞ 3 ദിവസം എന്ന് പറഞ്ഞാൽ താറുമാറായിട്ടുള്ള ആക്രമണങ്ങളാണ്. അതിലാണ് ഇറാൻ ഞെട്ടിത്തരിച്ചു പോയത്.
വീണ്ടും അമേരിക്കയുടെ അടുത്ത് നെഗോസിയേഷന് ഞങ്ങൾ വരുന്നില്ല, ലെബനന്റെ ഉള്ളിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അറ്റാക്ക് നിർത്തണം എന്ന് ശക്തമായ രീതിയിൽ ഡിമാൻഡ് ചെയ്തത്. ഇനിയിപ്പോൾ ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിൽ ഈ മാപ്പ് കണ്ടോളൂ, ബെയ്റൂത്തിന്റെ അടുത്ത് ഇത്രയും ഏരിയയിൽ നിന്നും എവാക്യുവേഷൻ ഓർഡർ ഇഷ്യൂ ചെയ്തിരിക്കുകയാണ്. ജോസഫ് ആവാൻ ആണെന്നുണ്ടെങ്കിൽ കരച്ചിലാണ്, അമേരിക്ക എടുത്ത് വിളിച്ച് കരച്ചിലോട് കരച്ചിലാണ്. എങ്ങനെയെങ്കിലും യുദ്ധം ഒന്ന് അവസാനിപ്പിക്കണം, കാരണം ഇത് സഹികെട്ട അവസ്ഥയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലെബനാൻ എന്ന് പറഞ്ഞ ആ ഒരു രാജ്യം തന്നെ ഇല്ലാതെ പോകുന്നൊരു അവസ്ഥയാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിച്ച് തരണം, ഇസ്രായേലിൻ്റെ അടുത്തൊന്ന് പറഞ്ഞ് ഇതെങ്ങനെയെങ്കിലും നിർത്തണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ യുദ്ധം നിർത്താം, ജസ്റ്റ് വൺ കണ്ടീഷൻ, ഹെസ്ബുള്ള വെപ്പൺ ഡ്രോപ്പ് ചെയ്യണം, അവർ ആയുധം വെച്ച് കീഴടങ്ങട്ടെ, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നിർത്താം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹെസ്ബുള്ള ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് നടത്തുന്ന അറ്റാക്കിനെ കുറിച്ച് അമേരിക്കയ്ക്കൊന്നും പറയാനില്ല എന്നാണ് തിരിച്ച് നെതന്യാഹു അങ്ങോട്ട് ചോദിച്ചത്. ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് നോർത്തേൺ ഇസ്രായേലിൻ്റെ ഭാഗത്ത് ജീവിക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ നിരന്തരം ഡ്രോണുകളും റോക്കറ്റുകളും അയച്ചുകൊണ്ടിരിക്കുന്ന ഹെസ്ബുള്ളയെക്കുറിച്ച് എന്താണ് ജോസഫ് ആവോൻ്റെ അഭിപ്രായം? അതിനെ തടയാനുള്ള കെൽപ്പ് ജോസഫ് ആവോൻ ഉണ്ടോ എന്നുള്ളതാണ് നെതന്യാഹുവിൻ്റെ ചോദ്യം. ഇതിനൊന്നും ഉത്തരം കൊടുക്കാൻ അമേരിക്കയ്ക്കെന്നല്ല ലെബനാൻ സർക്കാരിന് തന്നെ കഴിയുന്നില്ല. പിന്നെ എങ്ങനെയാണ് യുദ്ധം അവസാനിപ്പിക്കുക? പിന്നെ വേണമെങ്കിൽ നെതന്യാഹു ട്രംപിന് വേണ്ടി ഈ ഇറാൻ കോൺഫ്ലിക്റ്റ് അഥവാ ഈ മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റ് ഒന്ന് അവസാനിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഇസ്രായേലിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാം. അല്ലാതെ ഹെസ്ബുള്ളയെ ലെബനാന്റെ ഉള്ളിൽ നിലനിർത്തിക്കൊണ്ട് യുദ്ധത്തിൽ നിന്നും പിന്മാറുന്നെങ്കിൽ അത് ഇസ്രായേലിന്റെ പരാജയമായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും. കാരണം അവിടെയുള്ള ഒരു ഓപ്ഷൻ എന്താണ്? ഇസ്രായേലിന്റെ ആർമി പൂർണ്ണമായിട്ടും ലെബനാനിൽ നിന്ന് വിഡ്രോ ചെയ്യുക. അതായിരിക്കുമല്ലോ കണ്ടീഷൻ. എവിടെ നിൽക്കണം ഇസ്രായേൽ ആർമി? അത് ഇതുവരെ അമേരിക്കയ്ക്ക് പോലും പറയാൻ കഴിഞ്ഞിട്ടില്ല. സൗത്ത് ലെബനാൻ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്നാണ് ഇസ്രായേലിൻ്റെ നിലവിലെ തീരുമാനം. അതിന് ഓക്കെയാണോ? അപ്പോൾ ഇങ്ങനെ നിരവധി വിഷയങ്ങളുണ്ട്. ലെബനാനും ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ ഒരു നീണ്ട ചർച്ചയുടെ ആവശ്യമുണ്ട്, ഒരു നീണ്ട നെഗോസിയേഷൻ. ഒരുപക്ഷെ ഇറാനും അമേരിക്കയും നടത്തിയതിനേക്കാളും വലിയൊരു നെഗോസിയേഷൻ്റെ ആവശ്യമുണ്ട് ഇവിടെ. അത്തരത്തിലുള്ളൊരു നെഗോസിയേഷനും ചർച്ചയിലൂടെ മാത്രമേ ഇവിടെ യുദ്ധം അവസാനിപ്പിക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ഓടിച്ചെന്നൊരു സുപ്രഭാതത്തിൽ ഇറാൻ ഇസ്രായേൽ ലെബനാന്റെ ഉള്ളിലേക്കുള്ള ആക്രമണം നിർത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർത്താൻ പറ്റില്ല. വിഡ്രോവലേ പറ്റുള്ളൂ. വിഡ്രോ ചെയ്ത് വരാം, ലെബനാനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി സൈൻ ചെയ്തിട്ട് വരാനേ പറ്റുള്ളൂ. അല്ലാതെ ഇസ്രായേൽ ഇത്രയും നാളും നേടിയ നേട്ടം കൈവരിച്ചുകൊണ്ടുള്ള ഒരു യുദ്ധം അവസാനിപ്പിക്കൽ അവിടെ സാധ്യമല്ല. ആ രീതിയിലാണ് യുദ്ധത്തിന്റെ മുന്നോട്ട് പോക്ക്. ഇപ്പം ഇറാൻ അമേരിക്ക കോൺഫ്ലിക്റ്റ് ലെബനാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ കയ്യിൽ വന്ന് ഒതുങ്ങിയിരിക്കുകയാണ്. ഇസ്രായേലിന്റെ തീരുമാനത്തിൽ അധിഷ്ഠിതമാണ് ഇറാൻ അമേരിക്ക മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റ്. ഇപ്പം ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അമേരിക്ക ആണെന്നുണ്ടെങ്കിൽ കൊഷം ഐലൻഡ് കേന്ദ്രീകരിച്ച് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കൊഷം ഐലൻഡ് അറ്റാക്ക് നടത്തിയ ഉടനെ ഇറാൻ ആണെന്നുണ്ടെങ്കിൽ കുവൈറ്റിലുള്ള അൽസലീം എയർബേസ്, അമേരിക്കയുടെ അൽസലീം എയർബേസിന്റെ മേൽ ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് മിസൈലുകൾ അയച്ചിട്ടുണ്ടായിരുന്നു. മിസൈൽ ഇന്റർസെപ്റ്റ് ചെയ്യപ്പെട്ടു എന്നാണ് കുവൈറ്റ് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മിസൈലുകൾ മാത്രമല്ല ഡ്രോണുകളും അയച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഇറാൻ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ മിസൈലുകളും ഡ്രോണുകളും അയക്കുന്നുണ്ട്, അവർ അയച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ട്രംപ് ആണെന്നുണ്ടെങ്കിൽ അതിനെ കണ്ടും കണ്ടില്ല എന്നുള്ള മട്ടിൽ കണ്ണടച്ച് സ്ലീപ്പിംഗ് ഫിൽസ് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോഴും ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡെമോക്രറ്റുകളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഡെമോക്രറ്റുകളെ കുറ്റം പറയേണ്ട ആവശ്യമില്ല. കാരണം ട്രംപിൻ്റെ കയ്യിൽ അധികാരം വന്നിട്ട് ഒരു വർഷത്തിലധികമായി. ഇനി ഡെമോക്രറ്റുകളെയും സ്ലീപ്പി ഫേസ് ജോ ബൈഡനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് യാഥാർത്ഥ്യം. ഇപ്പം ട്രംപിൻ്റെ കയ്യിലാണ് പവർ, ട്രംപിനാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ ഡെമോക്രറ്റുകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയില്ല, ഞാൻ സംസാരിക്കും, ഞാൻ ഒരുപക്ഷെ യുദ്ധം നടത്തും, ഞാൻ യുദ്ധം വേണ്ടാന്ന് വെക്കും, അതെല്ലാം തന്നെ ഞങ്ങളുടെ ഗവൺമെന്റിന്റെ താല്പര്യമാണെന്നുള്ള രീതിയിലൊക്കെ ട്രംപ് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഇറാന്റെ അടുത്ത് ചർച്ച നടത്തിയാൽ പോലും യുദ്ധം അവസാനിപ്പിക്കാൻ പറ്റില്ല. ഇപ്പം ഇസ്രായേലിന്റെ അടുത്ത് സംസാരിച്ചാലേ യുദ്ധം അവസാനിപ്പിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിൽ എത്തിപ്പെട്ടിരിക്കുകയാണ് മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റ്. ട്രംപിന്റെ ഗവൺമെന്റ് അതിനു വേണ്ടിയിട്ട് സംസാരിച്ച് പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇസ്രായേലിന് വേണ്ട രീതിയിലുള്ള സൊല്യൂഷൻ അമേരിക്കയുടെ കയ്യിലില്ല, വട്ടപൂജ്യമാണ് കയ്യിലുള്ളത്. ഇതാണ് നിലവിലെ മിഡിൽ ഈസ്റ്റ് ജിയോ പൊളിറ്റിക്സ്. വളരെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് തന്നെയാണ് ഞാൻ തന്നിരിക്കുന്നത്. പിന്നെ ഇറാന്റെ പവർ പൊളിറ്റിക്സ്, ഇറാന്റെ ഉള്ളിൽ ഈ IRGC എന്ന് പറയുന്നുണ്ടല്ലോ, അതിൽ ഒരു 4 കുടുംബങ്ങളാണ് ഈ IRGCയെ ഭരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ അടുത്ത ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം. കാരണം അത് വേറൊരു വിശാലമായ സബ്ജക്റ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ റെസിഗ്നേഷൻ ഇടാൻ പോവുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം IRGCയുടെ പ്രഷർ. IRGC രാജ്യത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ പൊറുതിമുട്ടി റിസൈൻ ചെയ്യുകയാണെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുപോലെ ചൈന
ഇറാന് വേണ്ടിയിട്ട് ഏപ്രിൽ മാസത്തിൽ തന്നെ മിസൈലിന് വേണ്ടിയിട്ടുള്ള കെമിക്കൽസ് അയച്ചു കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ട രഹസ്യ രേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇറാനാണെന്നുണ്ടെങ്കിൽ കുവൈറ്റിലേക്ക് മാത്രമല്ല ഒരു പാനമ വെസലിനെയും അവർ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അതും MSCയുടെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ആ കപ്പലിനെതിരെയാണ് അവർ അറ്റാക്ക്. ആ കപ്പലിനെയാണ് IRGC സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ അറ്റാക്ക് നടത്തിയത്. അതായത് തുടരെ അവർ അറ്റാക്കുകൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് വീണ്ടും യുദ്ധം സ്റ്റാർട്ട് ചെയ്യാനും വയ്യ, തുടങ്ങിയ യുദ്ധം അവസാനിപ്പിക്കാനും വയ്യ. പക്ഷേ മുഖം രക്ഷിക്കൽ നാടകം എങ്ങനെയെങ്കിലും നടത്തണം. അമേരിക്ക വിജയിച്ചതായിട്ട് വരുത്തി തീർത്ത് യുദ്ധം അവസാനിപ്പിക്കണം. അതിന് ഇറാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് പച്ചയായ യാഥാർത്ഥ്യം. ഇറാനാണെന്നുണ്ടെങ്കിൽ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അവർ ഇടയ്ക്കിടയ്ക്ക് അറ്റാക്കുകൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. സ്റ്റക്കായിരിക്കുന്ന ഒരു ട്രംപിനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇനി ഒരു പക്ഷേ ഇറാനെതിരെ അറ്റാക്ക് നടത്താനുള്ള ഒരു വാർ സ്ട്രാറ്റജി ആണോ എന്നുള്ളതും നമുക്കറിയില്ല. ഈ വീഡിയോയിൽ പറഞ്ഞ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.